നമസ്കാരം. ആദിൽ രാജ, അതൊരു അധികം പേര് കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പേരല്ല. ഒരു മുൻ പാകിസ്ഥാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. ആരാണ് പഹൽഗാം ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ബ്രെയിൻ? നമ്മൾ ഭീകരതയാണല്ലോ കുറ്റം പറയുന്നത്, ലഷ്കർ ഇ തോയ്ബയുടെ ഉന്നത നേതൃത്വം അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ. അദ്ദേഹം പറയുന്നത് അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ വൺ മാൻസ് മോട്ടീവ്, അത് മറ്റാരുമല്ല, പാകിസ്ഥാൻ മിലിറ്ററി ജനറൽ, കരസേന മേധാവി അസിം മുനീറാണ്. അത് വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ ഇന്റലിജൻസ് ഏജൻസികൾ നൽകിയ ഇൻപുട്ട്, അവർക്ക് മുൻ കരസേന ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് മുൻ സൈനികരുമായി, ഇപ്പോഴുള്ള സൈനികരുമായി, ഇന്റലിജൻസ് സിസ്റ്റവുമായി ഒക്കെയുള്ള അനൗപചാരിക ബന്ധമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു മാഗസിനായ ഇന്ത്യ ടുഡേക്ക് നൽകുന്ന അഭിമുഖത്തിൽ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അത് പറഞ്ഞത് എന്ന വിശ്വാസത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ISIക്ക് വലിയ ഒരു താല്പര്യമില്ലായിരുന്നു ഈ കാര്യത്തിൽ. നമ്മളെല്ലാം കരുതുന്നത് എന്താണ്? ഇന്റർ സർവീസ് ഇന്റലിജൻസ് ആണ് ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത്, പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ വിഭാഗം, അവരുടെ താല്പര്യമാണ്. പക്ഷെ താല്പര്യം ഉണ്ടായിരുന്നു ISIയുടെ മുൻ മേധാവിക്ക്. ആ മുൻ മേധാവി കൂടിയാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ ജനറൽ അസിം മുനീർ. 2022 അസിം മുനീർ സൈനിക മേധാവിയാകുന്നത്. അതിനു മുൻപ് അദ്ദേഹം 2018 മുതൽ 2019 വരെ 1.5 വർഷക്കാലം, അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ സർജിക്കൽ സ്ട്രൈക്ക്, ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം സൈനിക മേധാവി ആയിരുന്നില്ല, മറിച്ച് ISIയുടെ ചീഫായിരുന്നു. ISI എന്നൊക്കെ പറയുന്നത് സൈന്യത്തിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ISIയുടെ തലപ്പത്ത് വരുന്നത്. ISIയുടെ തലപ്പത്ത് വരുന്നവര് സൈന്യത്തിന്റെ തലപ്പത്ത് ചിലപ്പോൾ വരും, അതിനുശേഷം വീണ്ടും ISI സേവനം. ഇതെല്ലാം ഇവരൊക്കെ ഇത് തമ്മിൽ വേർതിരിച്ച് കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്, സൈന്യത്തെയും ISIയും. ഇന്ത്യയിലെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഇന്റലിജൻസ് ഏജൻസിയാണ്. അതുപോലെയല്ല ഇപ്പം ഇസ്രയേലിന്റെ മൊസാദ് പോലെയോ, ഇന്ത്യയുടെ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് പോലെയോ, അമേരിക്കയുടെ CIA പോലെയോ അല്ല ISI എന്നോർക്കണം. പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്, അവരൊന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വ്യക്തി അസിം മുനീർ യഥാർത്ഥത്തിൽ ഒരു വലിയ മിഷനിലാണ്. അസിം മുനീറിന്റെ ആഗ്രഹം പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആവുക. അത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണ്. ഞാൻ അതിനെ കുറച്ചുകൂടെ അതിൻ്റെ ഒരു കാര്യകാരണ സഹിതം സമർത്ഥിക്കാനായി ശ്രമിക്കുകയാണ്. കാരണം നാളുകളിൽ അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ചിന്തിക്കാമല്ലോ. ഇതാണ് അതിൻ്റെ ഒരു ബേസ് മെറ്റീരിയൽ. ഇദ്ദേഹത്തിന് ഖുറാൻ ഹൃദ്യസ്ഥമാണ്. ഖുറാൻ കമ്പോട് കമ്പ് ഹൃദ്യസ്ഥമായി അല്ലെങ്കിൽ കാണാപ്പാഠം പറയാൻ കഴിയുന്ന ഏക സൈനിക മേധാവി. പാകിസ്ഥാന്റെ മുൻ സൈനിക മേധാവികളൊക്കെ അവരൊക്കെ ഇസ്ലാം വിശ്വാസികളാണ്, പക്ഷേ കടുത്ത ഇസ്ലാമിസ്റ്റുകളല്ല. ഇദ്ദേഹം ഭക്തനാണ്, സംശയമില്ല. ആ ഭക്തി കൊണ്ട് സംഭവിക്കുന്നത് ചില ഇന്ത്യ വിരോധം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാനം സൈനിക മേധാവി എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയുമ്പോഴും യഥാർത്ഥ ഭരണാധികാരിയാണെന്ന് നമ്മളൊക്കെ പറയും, ശരിയാണ്. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ, ലോകത്തിന് മുന്നിൽ അദ്ദേഹം കേവലം സൈനിക ജനറൽ മാത്രമാണ്. പക്ഷെ രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം സംഭവിക്കണം. പഹൽഗാമിൽ, അത് ISI കേന്ദ്രത്തിൽ വെച്ച് ISIയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ റിലക്റ്റന്റ് ആയിരുന്നു. പക്ഷെ സൈനിക തലവന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ പ്ലോട്ട് ഹാച്ച് ചെയ്യുകയാണ്. ആകെ ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഏജൻസികൾ തപ്പിയെടുത്തത്. എന്നിട്ട് ഇവരെ കടത്തിവിടുകയാണ്. വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിർത്തി കടന്നവരെത്തി കേട്ടോ. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരന്മാർ അതിർത്തി കടന്നെത്തി. അതിനുശേഷം ഇവിടെ ഒളിവിൽ പാർത്തതിന് ശേഷം നാടകീയമായി കൃത്യസമയത്ത് ആസൂത്രണം ചെയ്തതുപോലെ തന്നെ പഹൽഗാമിൽ ആക്രമണം നടത്തി. നമുക്കറിയാമല്ലോ, ആക്രമണം വന്നാൽ പ്രത്യാക്രമണം ഉണ്ടാകുമല്ലോ. പ്രത്യാക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും, ഏത് നിമിഷം ഉണ്ടാകാം, അറിയില്ല, അത് നമുക്കറിയില്ല. അത് ആരും ദയവായി ചോദിക്കരുത് എന്നാണ് ആക്രമണം നടക്കുന്നത് എന്നറിയാൻ.
ആർക്കും പറ്റില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും അറിയില്ല. സൈന്യത്തിനോട് തീരുമാനം കൊടുത്തിരിക്കുകയാണ്, അവസാന നിമിഷം പ്രധാനമന്ത്രി അറിയിക്കും എന്ന രീതിയിലാണ്. അപ്പോൾ ആർക്കും അറിയില്ല. അതുകൊണ്ട് ആക്രമണം നടന്നു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ മാറും. ഒരു സിവിലിയൻ ഗവൺമെന്റിനെ, പ്രത്യേകിച്ച് ഷഹബാസ് ഷെറീഫിനെ മുന്നോട്ട് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാവില്ല. സൈന്യം അധികാരം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കേവലം എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന നിലയിൽ പണ്ട് മുഷറഫ് ചെയ്ത പോലെ ആയിരിക്കില്ല, മറിച്ച് നേരിട്ട് പ്രസിഡന്റ് സ്ഥാനം, ഭരണഘടന തന്നെ മാറ്റിമറിക്കപ്പെടും, പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കപ്പെടും, പൂർണ്ണ യുദ്ധമുണ്ടാകണം എന്ന ഒരു ആഗ്രഹം ഒരുപക്ഷെ കാണും. ബോർഡറിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രമാണെങ്കിൽ കാര്യമായി ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ തീർച്ചയായും അസ്ലിം മുനീറിനെ പാകിസ്ഥാന്റെ ഭരണ തലപ്പത്ത് നമുക്ക് കാണാം. ഇതിനുവേണ്ടി അദ്ദേഹം കരുക്കൾ നീക്കിയത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം ഇമ്രാൻഖാൻ വലിയൊരു നേതാവായി ഉയർന്നു വന്നു. ഒരു ചെറിയ രീതിയിൽ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലെ ചെറിയൊരു പൊളിറ്റീഷ്യനായി, മുൻ ക്രിക്കറ്റ് താരമാണ്, ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്, ശരിയാണ്. പക്ഷെ ഇമ്രാൻഖാന്റെ ഉയർച്ച സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയായിരുന്നു. പക്ഷെ ഒരിക്കൽ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ചെറിയ തോതിൽ റിഗിങ്ങും എല്ലാം തന്നെ ഉണ്ട്. അത് ഇമ്രാന്റെ പോപ്പുലാരിറ്റി അല്ല. പക്ഷെ ഒരിക്കൽ പ്രധാനമന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം ഇമ്രാൻഖാൻ പിടിമുറുക്കി. ഇമ്രാൻഖാൻ സൈന്യത്തെ നിലക്ക് നിർത്താൻ ശ്രമിച്ചു. സൈന്യം അതേപോലെ തിരിച്ചടിച്ചു, ഇമ്രാൻഖാനെ പുറത്താക്കിയത് മാത്രമല്ല, ഇമ്രാൻഖാനെതിരെ ഒട്ടും പൊങ്ങാത്ത രീതിയിൽ, ഒരു കാലത്ത് ഇമ്രാൻ മോചിതനാകാത്ത രീതിയിൽ കേസുകൾ ഉണ്ടായി. തോഷാഖാന കേസ്, ഏതാ ഇമ്രാൻഖാൻ ലഭിച്ച ഗിഫ്റ്റുകൾ, അതേക്കുറിച്ചുള്ള കണക്കുകൾ ബോധിപ്പിച്ചില്ല എന്നത്, ഇമ്രാൻഖാന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട മൂന്നാം ഭാര്യയുമായി ബന്ധപ്പെട്ട കേസ് എന്നുവേണ്ട സകലമാന കേസുകളിലും കുടുക്കി ഇമ്രാനെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് ഇമ്രാൻ ഇനിയും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനാവാത്ത രീതിയിൽ. അതേസമയം ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ കക്ഷി പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എക്സ്ട്രീമിലി പോപ്പുലറാണ്. ഇപ്പോൾ ഒരു നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇമ്രാന്റെ പാർട്ടിക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഇമ്രാന്റെ പാർട്ടി സ്വതന്ത്രരെ നിർത്തി. പാർട്ടി ബാൻ ചെയ്ത് തെരഞ്ഞെടുപ്പ് അനുവാദം നൽകിയില്ല. എന്നിട്ടും സ്വതന്ത്രരെ നിർത്തി വലിയ തോതിൽ വിജയിപ്പിച്ചെടുത്ത് പിന്നെ ഒരു പ്രത്യേക ഫോർമേഷനിൽ കുറെ നോമിനേറ്റ് ചെയ്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഷഹബാസ് ഷെറീഫിനെ ഒരു മാപ്പസാക്ഷി എന്നുള്ള നിലയിൽ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അദ്ദേഹം പൂർണ്ണമായി പപ്പറ്റാണ്. അദ്ദേഹത്തിന്റെ ബ്രദർ നവാസ് ഷെറീഫുമായി അസ്ലിം മുനീർ ഒരു കരാറിൽ ഏർപ്പെട്ടു. താങ്കൾ അവിടെ തന്നെ നിൽക്കൂ, ഇങ്ങ് വരണ്ട, ഇവിടെ വന്ന് ലണ്ടനിൽ നിൽക്കൂ, താങ്കളുടെ ബ്രദർ അവിടെ നിൽക്കട്ടെ, താങ്കളുടെ താല്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം, താങ്കൾക്കെതിരെയുള്ള കേസുകൾ ഞങ്ങൾ ഭയപ്പെടുത്തി നിർത്തിക്കൊള്ളാം. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പാകിസ്ഥാന്റെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഉസ്താദാണ് അസ്ലിം മുനീർ. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ വർഗീയവാദികൾക്ക് രോമാഞ്ചമാണ് അസ്ലിം മുനീർ. അദ്ദേഹം ആദ്യത്തെ ഇസ്ലാമിസ്റ്റ് ജനറലാണ്. മുൻകാലങ്ങളിലൊക്കെ ജനറൽമാർ ഈ മദ്രസ എഡ്യൂക്കേറ്റഡ് ആ ടൈപ്പ് ആളുകളായിരുന്നില്ല. അവരൊക്കെ കംപ്ലീറ്റ്ലി പോളിഷ്ഡ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് മെത്തേഡിൽ, ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റഡ്, അമേരിക്കൻ എഡ്യൂക്കേറ്റഡ്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അവരുടെ ഗ്രൂമിങ് തന്നെ ഒരു എലിറ്റിസ്റ്റ് മോഡിലാണ്. പക്ഷേ അസ്ലിം മുനീർ ആ രീതിയിലായിരുന്നില്ല. അസ്ലിം മുനീർ കുറച്ചുകൂടി ഇസ്ലാമിസ്റ്റ്, റാഡിക്കൽ ഇസ്ലാം താല്പര്യങ്ങളുള്ള, അതായത് അദ്ദേഹത്തിന് യാതൊരു മറയുമില്ലാതെ അദ്ദേഹം ഭീകര ട്രെയിനിങ് ക്യാമ്പുകൾ സന്ദർശിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പം അങ്ങനെയൊന്നും മുൻ ജനറൽമാർ ചെയ്യില്ലായിരുന്നു. അവരൊക്കെ ഇന്ത്യ വിരോധം വെച്ചു പുലർത്തി. അതൊക്കെ നിലനിൽപ്പിന് വേണ്ടിയാണ്. തീർച്ചയായും അവർ പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തു. സിയാഉൽ ഹക്ക് അധികാരം പിടിച്ചെടുത്തു, ഭുട്ടോയെ പുറത്താക്കി. അയൂബ് ഖാൻ അധികാരം പിടിച്ചെടുത്തു. അങ്ങനെ പർവേസ് മുഷറഫ് അധികാരം പിടിച്ചെടുത്തു നവാസ് ഷെറീഫിൽ നിന്ന്. ഇവരെല്ലാം മുൻകാലങ്ങളിൽ അധികാരം പിടിച്ചെടുത്തതാണ്. അപ്പൊ യുദ്ധസമയം എപ്പോഴെല്ലാം പാകിസ്ഥാൻ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അധികാരം പിടിച്ചെടുത്ത, കാർഗിൽ നല്ലൊരു ഉദാഹരണമല്ലേ. കാർഗിൽ യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ പർവേസ് മുഷറഫ് പിന്നീട് പ്രസിഡന്റ് ആകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങേണ്ട ആവശ്യം ഇന്ത്യയുടേതല്ല, പാകിസ്ഥാന്റെ ജനങ്ങളുടെ അല്ല, മറിച്ച് വൺ മാൻ കോൾഡ് അസ്ലിം മുനീർ. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം പാകിസ്ഥാന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തും. പക്ഷെ പ്രസിഡന്റ് പദവിയിൽ അദ്ദേഹത്തിന് തുടരണമെങ്കിൽ യുദ്ധ വിജയം അദ്ദേഹത്തിന് ഉണ്ടാവണം. അതുപോലെ ഈ പറയുന്ന 1972 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം തലയിൽ മുണ്ടിട്ട് സിംല കരാറിൽ ഒപ്പിടാനായി പാകിസ്ഥാന്റെ തലപ്പത്ത് വന്ന ആൾ വന്നു എന്ന് പറയുമ്പോൾ അതുപോലെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട്
യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിൽ ആത്യന്തികമായി ഒപ്പിടാനാണ് ഇദ്ദേഹത്തിൻ്റെ വിധി, അസ്ലിം മുനീറിൻ്റെ വിധി എന്ന് നമുക്ക് കരുതാം.